EPF അംഗങ്ങൾക്കായി സുപ്രീം കോടതി വിധിച്ച ഉയർന്ന പെൻഷനു വേണ്ടി രാജ്യത്താകെ 15.24 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത്. എന്നാൽ 3.73 ലക്ഷം പേർക്ക് മാത്രമാണ് യോഗ്യത ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ വിരമിച്ച അപേക്ഷകരിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് 1.5 ലക്ഷം പേർക്കാണെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചു. ഉയർന്ന പെൻഷന് വേണ്ടിയുള്ള അപേക്ഷകളിൽ 11,595 എണ്ണം മാത്രമാണ് ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത്. ഇതിൽ 1,251 എണ്ണം കേരളത്തിലേതാണ്. രാജ്യത്താകെ 85.84 ലക്ഷം പേരാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളായുള്ളത്. ഇതിൽ സുപ്രീം കോടതിയുടെ 2022 നവംബർ 4 വിധിയുടെ പിൻബലത്തിൽ യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന പെൻഷനു വേണ്ടി 17.49 ലക്ഷം പേർ അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇതിൽ 2.24 ലക്ഷം അപേക്ഷകൾ തൊഴിലുടമകൾ EPFOയ്ക്ക് ഫോർവേഡ് ചെയ്തില്ല. തൊഴിലാളിയും തൊഴിലുടമയും ചേർന്ന് നൽകേണ്ട സംയുക്ത ഓപ്ഷൻ സമർപ്പിക്കപ്പെട്ടത് 15,24,365 എണ്ണമാണ്. ഇതിൽ EPFOയുടെ വിവിധ പരിശോധനകൾ കഴിഞ്ഞ് ഡിമാൻഡ് ലെറ്റർ നൽകിയത് 4.31 ലക്ഷം പേർക്കാണ്. എന്നാൽ ഡിമാൻഡ് ലെറ്ററിൽ പറഞ്ഞ തുക കൈമാറാത്തതും മറ്റുമായി 58,113 അപേക്ഷകൾ അയോഗ്യമെന്ന് കണ്ടെത്തി. ഇതോടെ ഫലത്തിൽ 3.73 ലക്ഷം പേർ മാത്രമാണ് ഉയർന്ന പെൻഷന് യോഗ്യത നേടിയത്. അതായത് അപേക്ഷിച്ചവരിൽ ഏതാണ്ട് 4/1 പേർ. വിരമിച്ചവർക്ക് പെൻഷൻ അനുവദിക്കുന്ന അവസാന നടപടിയായ പെൻഷൻ പേ ഓർഡർ ലഭിച്ചത് 1,49,806 പേർക്ക് മാത്രമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.